ജുജുത്സു കൈസൻ സീസൺ 2 എപ്പിസോഡ് 12 ആരംഭിക്കുന്നത് ഇജീസാനെ തപ്പി ഇറങ്ങുന്ന നനാമി ഒരു പാലത്തിൽ വെച്ച് ചോര വാർന്നു കിടക്കുന്ന ഇജീസാനെ കാണുന്നത് കാണിച്ചുകൊണ്ടാണ്. അണ്ടർഗ്രൗണ്ടിൽ മെയ്സാനെ നേരിടാൻ വന്ന കേഴ്സ് യൂസർ അവളുടെ അടിയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കാണിക്കുന്നു. തന്റെ ടെക്നിക്ക് എന്നത് കാക്കകളെ നിയന്ത്രിക്കാൻ സാധിക്കുക മാത്രമാണെന്നും അതുകൊണ്ട് ഞാൻ ടെക്നിക്കുകളുടെ സഹായമില്ലാതെ തന്നെ ആളുകളെ നേരിടാൻ പഠിച്ചെന്നും അതിനൊരു ഉദാഹരണം മാത്രമാണ് നീയെന്നും പറയുന്ന മെയ്സാൻ അങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഗ്രേഡ് 1 സോസറായതെന്ന് പറയുമ്പോൾ ഉയി കൈയടിക്കുന്നു. ബാക്കി കഥ പിന്നീടാവാമെന്ന് പറഞ്ഞുകൊണ്ട് കേഴ്സ് യൂസറിനെ മെയ്സാൻ കൊല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ വെറുതെ വിടണമെന്ന് കേഴ്സ് യൂസർ യാചിക്കുന്നു. ഇത് കേൾക്കുന്ന മെയ്സാൻ ഉയിയോട് ജീവന്റെ വില എന്താണെന്നും അതെങ്ങനെയാണ് അളക്കുന്നതെന്നും ചോദിക്കുന്നു. എത്രത്തോളം ഉപകാരപ്രദമാണോ ഒരു ജീവൻ അത്രയും വിലപ്പെട്ടതാണെന്ന് ഉയി മറുപടി പറയുന്നു. ഇനി കേഴ്സ് യൂസറിനോട് ഉത്തരം ചോദിച്ചെങ്കിലും ഒന്നും അറിയാൻ മേലാതെ നിൽക്കുന്നു. ഒരാളുടെ ജീവന്റെ വില പോലും നിനക്ക് അളക്കാൻ അറിയില്ലെന്നും ഇതുകൊണ്ടാണ് നിന്നെ എനിക്ക് ആവശ്യമില്ലാത്തതെന്നും പറയുന്ന മെയ്സാൻ കേഴ്സ് യൂസറിനെ കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുന്നു. അതേസമയം ബാരിയർ ഉണ്ടാക്കിയ കേഴ്സ് ഒബ്ജക്റ്റ് യുജി നശിപ്പിച്ചു കളയുന്നതോടെ ഒരു ബാരിയർ ഇല്ലാതെയാകുന്നു. 3 കേഴ്സ് ഒബ്ജക്റ്റുകൾ നശിപ്പിച്ചിട്ടും ബാരിയർ പൂർണ്ണമായി മാറിയില്ലെന്ന് പറയുന്ന യുജി ഗോജോയും സാധാരണക്കാരും ഉൾപ്പെട്ട ബാരിയർ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ഫുഷീഗ്രോ ഒന്നുകിൽ 3 ഒബ്ജക്ട്സും ഒരു ബാരിയറിൻ്റേതായിരിക്കുമെന്നും അല്ലെങ്കിൽ 2 ഡമ്മി ആയിരിക്കുമെന്നും പറയുന്നു. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവാസക്കയോട് ചോദിക്കണമെന്നുണ്ടെങ്കിലും അയാൾ ഉണരാൻ സമയമെടുക്കുമെന്നും അപ്പോഴേക്കും ഇനോസാന്റെ അടുത്തേക്ക് പോകാമെന്നും ഫുഷീഗ്രോ പറഞ്ഞു തീരുമ്പോഴേക്കും ടവറിന് മുകളിൽ നിന്നും ഇനോസാൻ താഴേക്ക് വീഴുന്നു. ഉടനടി ഷിക്കുഗാമിയെ ഉപയോഗിച്ച് ഇനോസാനെ ഫുഷീഗ്രോയും യുജിയും രക്ഷിക്കുന്നു. അതേസമയം ഒഗാമിയുടെ കൊച്ചുമോൻ ബാരിയർ പോയെന്നും ഇനി എന്തു ചെയ്യുമെന്നും ചോദിക്കുന്നതിനിടയ്ക്ക് എന്തോ സംഭവിക്കുന്നു. ഗോജോ ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ലെന്ന് പറയുന്ന ഒഗാമി താഴെയുള്ള ജുജുത്സു സോസേഴ്സിനെ കൊല്ലാൻ പോകാൻ പറയുന്നു. മറുപടിയൊന്നും പറയാതെ നിൽക്കുന്ന കൊച്ചുമോനെ ഒഗാമി വിളിക്കുമ്പോൾ എന്നോട് കൽപ്പിക്കാൻ നിങ്ങൾ ആരാ കളവി എന്ന് ചോദിച്ചുകൊണ്ട് ടോജി സെനിൻ തിരിഞ്ഞു നോക്കുന്നു. ഇതോടെ ഒഗാമി ഞെട്ടിത്തെരിക്കുന്നു. ടോജിയുടെ ശരീരം മാത്രമേ താൻ കൊച്ചുമോന് കൊടുത്തിട്ടുള്ളെന്ന് പറയുന്ന ഒഗാമി ടോജിയുടെ ആത്മാവിനെ ഒരിക്കലും കൊച്ചുമോന് കൊടുത്തിട്ടില്ലെന്നും പിന്നെ എങ്ങനെയാണ് ടോജി കൊച്ചുമോന്റെ ശരീരം കൈയടക്കിയതെന്നും ഒഗാമി ചോദിക്കുന്നു. തന്റെ ശരീരം ഇത്തിരി പ്രത്യേകത ഉള്ള കൂട്ടത്തിലാണെന്ന് പറയുന്ന ടോജി നിങ്ങളുടെ കൊച്ചുമോന്റെ ആത്മാവിന് എന്റെ ശരീരത്തോട് പിടിച്ചു നിൽക്കാനായില്ലെന്ന് പറയുകയും സോസേഴ്സിനെ കൊല്ലാനല്ലേ നീ ഉത്തരവിട്ടതെന്നും എന്നാൽ ആദ്യം നിന്നെ തന്നെ തീർക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഒഗാമിയെ അടിച്ചു കൊല്ലുന്നു. അതേസമയം ഷിബുയയിൽ മാക്കിയും നൊബാറയും അകാരിയും ഇജീസാന് കുത്തേറ്റതിനെക്കുറിച്ച് പറയുന്നു. അകാരിയുമായി ഫോണിൽ സംസാരിക്കുമ്പോഴാണ് അപകടം നടന്നതെന്ന് നൊബാറ പറയുമ്പോൾ അകാരിയും നൊബാറയും കൂടി ഇജീസാനെ അന്വേഷിച്ചു പോകാൻ മാക്കി പറയുന്നു. ബാരിയറിനുള്ളിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധപ്പെടലുകൾ അസിസ്റ്റന്റുമാരെ ഉപയോഗിച്ചാണെന്ന് പറയുന്ന മാക്കി അതുകൊണ്ട് ഇതിൽ എന്തോ ദുരൂഹതയുണ്ടെന്നും ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്നും പറയുന്നു. അതേസമയം ഇനോസാന് കുഴപ്പമൊന്നുമില്ലെന്ന് ഫുഷീഗ്രോ പറയുമ്പോൾ യുജിക്ക് ദേഷ്യം കയറുന്നു. പ്രതികാരം പിന്നെ ആകാമെന്നും നമ്മുടെ ലക്ഷ്യം ഗോജോ ആണെന്നും യുജിയോട് പറയുന്നു. ശേഷം ഫുഷീഗ്രോ ഇനോസാനെയും കൊണ്ട് പോവുകയും യുജി ഷിബുയ സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്യുന്നു. അണ്ടർഗ്രൗണ്ടിൽ കേഴ്സ് യൂസേഴ്സിനെ കൊന്നിട്ട് നിൽക്കുന്ന മെയ്സാന് ബാരിയർ ഇല്ലാതായെന്നും മനസ്സിലാവുന്നു. ഇജീസാനെ തപ്പി വരുന്ന നൊബാറയും അകാരിയും ഹരൂറ്റയുടെ മുന്നിൽ ചെന്ന് പെടുന്നു. അകാരിയോട് പോയി ഒളിച്ചിരിക്കാൻ പറയുന്ന നൊബാറ കണ്ടിട്ട് ഇജീസാനെ കുത്തിയത് ഇവനാണെന്ന് തോന്നുന്നതെന്നും അതുകൊണ്ട് വേഗം ഇവിടുന്ന് പൊക്കോളാനും പറയുന്നു. ഹരൂറ്റ കയ്യിലുള്ള വാള് നൊബാറയ്ക്ക് നേരെ എറിഞ്ഞെങ്കിലും നൊബാറ തട്ടിമാറ്റി ഓടുന്നു. അകാരിയും ഓടിപ്പോകുന്നു. ടെക്നിക്ക് ഉപയോഗിച്ച് നൊബാറ ഹരൂറ്റയെ ആക്രമിക്കുന്നുണ്ടെങ്കിലും ഹരൂറ്റ ഒഴിഞ്ഞു മാറുന്നു. അതിനിടയിൽ തന്റെ വാളിനോട് ഹരൂറ്റ എന്തോ സിഗ്നൽ കൊടുക്കുമ്പോൾ വാൾ എഴുന്നേറ്റ് ചാടി പോകുന്നു. ഓടി മാറുന്ന ഹരൂറ്റയെ നൊബാറ പുറകെ പോയി ആക്രമിക്കുന്നു. അതിനിടയിൽ ഒരു കെട്ടിടത്തിനകത്തൂടെ ഓടുന്ന അകാരിയെ ഹരൂറ്റയുടെ വാള് പിന്തുടരുന്നു. ഒറ്റച്ചാട്ടത്തിന് അകാരിയുടെ കാലുകൾ വാള് മുറിക്കുന്നു. ഇതോടെ അകാരി എവിടാണെന്ന് മനസ്സിലാക്കുന്ന ഹരൂറ്റ നൊബാറയെ വിട്ട് അകാരിക്ക് പുറകെ പോകുന്നു. അകാരിയുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന ഹരൂറ്റ അകാരിയുടെ വയറ് നോക്കി ഒറ്റത്തൊഴി കൊടുക്കുന്നു. ദേഷ്യത്തിൽ ഹരൂറ്റയ്ക്ക് നേരെ നൊബാറ പാഞ്ഞെടുക്കുമ്പോൾ നേരത്തെ കളഞ്ഞ വാള് ഹരൂറ്റയുടെ കയ്യിൽ വന്നിരിക്കുന്നത് നൊബാറ കാണുന്നു.
വേഗം തന്നെ ഒഴിഞ്ഞു മാറുന്ന നൊബാറ കെട്ടിടത്തിന്റെ മേൽഭാഗം ഹരൂറ്റയ്ക്ക് നേരെ ഇടിച്ചിടുന്നു. ഹരൂറ്റയെ കൈകാര്യം ചെയ്ത അകാരിയെ നോക്കാനായി നൊബാറ തിരിയുമ്പോൾ ഹരൂറ്റയുടെ വാള് നൊബാറയുടെ മുഖം ഇടിച്ചു തെറിപ്പിക്കുന്നു. ഒന്നൊന്നര ഇടിയിൽ നൊബാറയുടെ പാതി ബോധം പോകുന്നു. നൊബാറയുടെ അടുത്തേക്ക് വരുന്ന ഹരൂറ്റ ശക്തി കൊണ്ട് മാത്രം ഈ ലോകത്ത് ജയിക്കാൻ സാധിക്കില്ലെന്നും പ്രത്യേകിച്ച് എൻ്റെ ടെക്നിക്കിനോടാകുമ്പോൾ അതൊട്ടും പറ്റില്ലെന്ന് പറയുന്നു. ആദ്യം ആരെ കൊല്ലണമെന്ന് ഹരൂറ്റോ ചോദിക്കുമ്പോൾ അക്കാരിക്ക് രക്ഷപ്പെടാൻ വേണ്ടി നൊബാറ സമയം കളയാൻ ശ്രമിക്കുന്നു. നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലെന്ന് പറയുന്ന ഹരൂറ്റ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് പറയുകയും ഇഴഞ്ഞു പോകാൻ നോക്കുന്ന അക്കാരിയുടെ തുടയ്ക്ക് 2-3 തവണ കുത്തുകയും ചെയ്യുന്നു. നൊബാറ കയ്യിലുള്ള ചുറ്റി കൊണ്ട് ഹരൂറ്റയെ അടിക്കാൻ ശ്രമിക്കുന്നു. ഹരൂറ്റ ഒഴിഞ്ഞു മാറുകയും നൊബാറയെ തിരിച്ചു വെട്ടാൻ നോക്കുകയും ചെയ്യുമ്പോൾ ചില്ലും പൊളിച്ചുകൊണ്ട് നനാമി അവിടേക്ക് വരുന്നു. ഹരൂറ്റയുടെ നേരെ നനാമി നടന്നു വരുമ്പോൾ ഇനി അനങ്ങിയാൽ ഇവളുമാരെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഹരൂറ്റ തിരിഞ്ഞു നോക്കുമ്പോൾ നൊബാറയുടെയും അക്കാരിയുടെയും പൊടി പോലും കാണാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും ഹരൂറ്റയുടെ തൊട്ടുപുറകിൽ വരുന്ന നനാമി നിന്റെ കൂടെയുള്ളവരൊക്കെ എവിടാണെന്ന് ചോദിക്കുന്നു. എനിക്കറിയില്ലടാന്ന് പറഞ്ഞുകൊണ്ട് നനാമിയെ വെട്ടുകയും തൊഴിക്കുകയും ചെയ്തെങ്കിലും നനാമിക്കൊരു പോറൽ പോലും ഏൽക്കുന്നില്ല. ഒരു മതില് പോലെ നിൽക്കുന്ന നനാമി വീണ്ടും ദേഷ്യത്തോടെ നിന്റെ കൂടെയുള്ളവർ എവിടാണെന്ന് ചോദിക്കുമ്പോൾ ഹരൂറ്റ എനിക്കറിയില്ലെന്ന് പറയുന്നതും നനാമി ഹരൂറ്റയുടെ മോന്ത അടിച്ചു തെറിപ്പിക്കുന്നത് ഒരുമിച്ചായിരുന്നു. നനാമിയുടെ അടിയിൽ നൊബാറ വരെ ഞെട്ടിപ്പോകുന്നു. ടെക്നിക്ക് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ചത്തേനെ എന്ന് ഹരൂറ്റ വിചാരിക്കുമ്പോൾ നനാമി വന്ന് ഹരൂറ്റയുടെ മുടിക്ക് പിടിച്ചു പൊക്കുന്നു. നിന്റെ കൂടെയുള്ളവർ അത്ര പേരാണെന്നും അവരൊക്കെ എവിടെയെന്നും നനാമി വീണ്ടും ചോദിക്കുമ്പോൾ ഹരൂറ്റ സ്ഥിരം മറുപടി കൊടുക്കുന്നു. നനാമി ഹരൂറ്റയുടെ അടിവയറ് നോക്കി ഒരു ഇടി കൊടുക്കുന്നതോടെ ഹരൂറ്റ നിലത്ത് ബോധം പോയതുപോലെ വീഴുന്നു. അപ്രതീക്ഷിതമായി നനാമിക്ക് നേരെ ഹരൂറ്റയുടെ വാള് പാഞ്ഞു വന്നെങ്കിലും നൊബാറ അതിനെ തടയുന്നു. ശേഷം വീണ്ടും നനാമി ഹരൂറ്റയെ കഴുത്തിനു പിടിച്ചു പൊക്കുന്നു. താൻ വരുന്ന വഴിക്ക് കുറെ അസിസ്റ്റന്റ് സൂപ്പർവൈസേഴ്സ് മരിച്ചു കിടക്കുന്നത് കണ്ടെന്നും അതിനെല്ലാം കാരണം നീയല്ലേ എന്ന് നനാമി ചോദിക്കുമ്പോൾ തന്റെ മരണം ഉറപ്പായെന്ന് വിചാരിക്കുന്ന ഹരൂറ്റ കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. ഹരൂറ്റ മാപ്പ് പറഞ്ഞ് തീരുന്നതിന് മുൻപേ നനാമി മുന്നിൽ ചേർത്തിടിച്ച് തെറിപ്പിക്കുന്നു. അതേസമയം അണ്ടർഗ്രൗണ്ടിലൂടെ നടന്നു നീങ്ങുന്ന മെയ്സാൻ ഗെറ്റോയെ കണ്ടുമുട്ടുന്നു. ഇവനെങ്ങനെ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതെന്ന് ചിന്തിക്കുന്ന മെയ്സാൻ ഗോജോ നേരത്തെ ഇവനെ കൊന്നതല്ലേ എന്നും പിന്നെ എങ്ങനെ ഇവൻ തിരിച്ചു വന്നെന്നും വിചാരിക്കുന്നു. തനിക്ക് മുന്നിലുള്ളത് ഒരു ഫേക്ക് ഗെറ്റോ ആണെന്ന് വിചാരിക്കുന്ന മെയ്സാൻ ഗെറ്റോയെ തനിക്കിന്ന് കൊല്ലേണ്ടി വരുമെന്നും പറയുന്നു. ഇതോടെ ഗെറ്റോ കേഴ്സ് മാനിപ്പുലേഷൻ ഉപയോഗിച്ച് ഒരു സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സിനെ വരുത്തുന്നു. കേഴ്സ് മാനിപ്പുലേഷൻ കാണുന്നതോടെ തന്നെ കണക്കുകൂട്ടലുകൾ തെറ്റിയോ എന്ന് മെയ്സാൻ സംശയിക്കുമ്പോൾ ഞാൻ അപ്പുറത്തുണ്ടാകുമെന്നും സ്പെഷ്യൽ ഗ്രേഡിനെ മറികടന്ന് നിനക്ക് വരാൻ സാധിച്ചാൽ ബാക്കി നമ്മൾ തമ്മിലാണെന്നും ഗെറ്റോ പറഞ്ഞുകൊണ്ടു പോകുന്നു. ഉടനടി സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സായ സ്മോൾ പോക്സ് തന്നെ ഡൊമൈൻ എക്സ്പാൻഷൻ വരുത്തുകയും മെയ്യും ഉയുയും അതിനുള്ളിൽ പെടുകയും ചെയ്യുന്നു. സ്മോൾ പോക്സിന്റെ ടെക്നിക്ക് മൂലം മെയ്സാൻ ഒരു ശവപ്പെട്ടിക്കുള്ളിലാവുകയും ഒരു പാറക്കല്ല് അതിന് മണ്ണിനടിയിലേക്ക് പൂഴ്ത്തുകയും ചെയ്യുന്നു. നിമിഷ നേരത്തിനുള്ളിൽ കല്ലറ പൊളിച്ച് മെയ്സാൻ വെളിയിൽ വരുന്നു. അതേസമയം യുജി വിജനമായി കിടക്കുന്ന ഷിബുയ സ്റ്റേഷനുള്ളിലേക്ക് ഓടിക്കയറുകയും ഇവിടെ ഉള്ളവരെല്ലാം എവിടെ പോയെന്നും ചിന്തിക്കുന്നു. മറ്റൊരിടത്ത് അകാരിയെയും നൊബാറയും നനാമിയെയും കാണിക്കുന്നു. ഇജിസാന് കുഴപ്പമൊന്നുമില്ലെന്ന് നനാമി പറയുകയും നൊബാറയോടും അകാരിയോടും അവിടെ തന്നെ ഇരിക്കാനും സെനിന്റെ കൂടെ ഗോജോയ്ക്കടുത്തേക്ക് ഞാൻ പൊക്കോളാമെന്നും നനാമി പറയുന്നു. താനും കൂടെ വരാമെന്ന് നൊബാറ പറഞ്ഞെങ്കിലും നനാമി വിലക്കുന്നു. ശേഷം സ്റ്റേഷനുള്ളിലേക്ക് ഓടുന്ന യുജി ചോസോയുടെ മുന്നിൽ പെടുകയും അനിയന്മാരെ കൊന്നതിന് ചോസോ പകരം ചോദിക്കാൻ ഒരുങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് ജുജുത്സു കൈസൻ സീസൺ 2 എപ്പിസോഡ് 12 അവസാനിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി.